ഡൽഹി തുർക്ക്മാൻ ഗേറ്റിൽ അർദ്ധരാത്രിയിൽ ഒഴിപ്പിക്കൽ നടന്നു. 17 ബുൾഡോസറുകൾ ആണ് വീടുകളൊക്കെ പൊളിച്ചു നിൽക്കാനെത്തിയത്. സ്ഥലത്ത് സംഘർഷാവസ്ഥ തുടരുകയാണ്. എന്ന ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. കല്ലേറിൽ 5 പോലീസുകാർക്കും പരിക്കേറ്റു. തുർക്ക്മാൻ ഗേറ്റിൽ നിന്ന് ബൽറാം നെടുങ്ങാടി തത്സമയം ചേരുന്നു. ബൽറാം, എന്തായിരുന്നു പ്രകോപനം? എത്ര മണിക്കാണ് ഈ ഒഴിപ്പിക്കൽ നടന്നത്? ആരെയാണ് അവിടെ ഒഴിപ്പിച്ചു എന്ന് പറയുന്നത്? പണ്ടും തുർക്ക്മാൻ ഗേറ്റ് വാർത്തകൾ നിറഞ്ഞ സ്ഥലമാണല്ലോ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ നേരത്തെയും വാർത്തകളിൽ നിറഞ്ഞ ഒരു ഇടമാണ്. ചരിത്രപരമായി കൂടി പ്രാധാന്യമുള്ള ഡൽഹിയിലെ തുർക്ക്മാൻ ഗേറ്റ്. ഈ പ്രദേശത്താണ് അർദ്ധരാത്രിക്ക് ശേഷം ഒരു ഒഴിപ്പിക്കൽ നടപടി ഉണ്ടായത്. പുലർച്ചെ 1:30 ഒഴിപ്പിക്കലിനായി പോലീസും മറ്റ് അധികൃതരും എത്തിയത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആ കെട്ടിടങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും പൊളിച്ചു നീക്കിയിട്ടുണ്ട്. അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്നും നീക്കാൻ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. 17 ബുൾഡോസറുകളാണ് ഒരേ സമയം എത്തി ഈ പൊളിച്ചു മാറ്റൽ നടപടികൾ ആരംഭിച്ചത്. അത് വലിയ സംഘർഷ സാഹചര്യത്തിന് വഴിയൊരുക്കിയിരുന്നു. ആളുകൾ സംഘടിക്കുകയും പോലീസിനും മറ്റു ഉദ്യോഗസ്ഥർക്കും നേരെ കല്ലെറിയുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായി. തുടർന്ന് പോലീസ് കണ്ണീർവാതക ഗ്രനേഡുകൾ പ്രയോഗിച്ചാണ് ആൾക്കൂട്ടത്തെ പിരിച്ചുവിട്ടത്. ഇവിടെ വലിയ പോലീസ് വിന്യാസം തന്നെ ഈ പ്രദേശത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അർദ്ധരാത്രി ഇത്തരത്തിലൊരു പൊളിക്കൽ നടപടിയുമായി എത്തിയതാണ് ആളുകൾക്ക് പ്രകോപനമായത്. ഡൽഹിയിലെ ഏറ്റവും തിരക്കേറിയ പ്രദേശങ്ങളിൽ ഒന്നുകൂടിയാണ് ഇവിടെ. അനധികൃത നിർമ്മാണം ആരോപിച്ച് കാലങ്ങളായി തന്നെ പൊളിപ്പിക്കലിനായി നിർദ്ദേശം നൽകിയിരുന്നു അധികൃതർ, നോട്ടീസുകൾ നൽകിയിരുന്നു. എന്നാൽ നിയമ പോരാട്ടത്തിലായിരുന്നു ദീർഘകാലമായി ഈ കെട്ടിടങ്ങളെല്ലാം തന്നെ. കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും പൊളിക്കലിന് അനുകൂലമായ ഒരു വിധി വന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്നാൽ അർദ്ധരാത്രി കൊടും തണുപ്പത്ത് ഇത്തരത്തിൽ ഒരു നടപടി എന്നുള്ളത് തന്നെയാണ് ജനങ്ങളുടെ പ്രകോപനത്തിന് ഇടയാക്കിയത്. ഈ പ്രദേശത്തുള്ള കെട്ടിടങ്ങളെല്ലാം തന്നെ ഇതിൽ കൂടുതലായും വാണിജ്യ കെട്ടിടങ്ങളായിരുന്നു. കടകളും ഒപ്പം തന്നെ വാടക സ്റ്റോറുകൾ, കൂടാതെ ഒരു ബൊങ്കറ്റ് ഹാൾ, ഒരു ഡിസ്പെൻസറി എന്നിവ ഉൾപ്പെടുന്നതായിരുന്നു ഈ പൊളിക്ക കെട്ടിടങ്ങളിൽ പ്രവർത്തിച്ചിരുന്നത്. ആളുകൾ കുറച്ച് താമസിച്ചിരുന്നു ചില കെട്ടിടങ്ങളിൽ എന്നൊഴിച്ചാൽ. മറ്റ് ഭൂരിഭാഗം കെട്ടിടങ്ങളും മറ്റ് കടകളും മറ്റുമായി പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളായിരുന്നു. എങ്കിൽ പോലും വലിയ പ്രതിഷേധം ഉയർന്നു അർദ്ധരാത്രി ഇത്തരത്തിലൊരു നടപടി ഉണ്ടായതിന് എതിരെ. അതേസമയം ആളുകളുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിനാണ് ഇത്തരത്തിൽ രാത്രി പൊളിക്കൽ നടപടി ഉണ്ടായത് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിശദീകരണം. വലിയ തിരക്കേറിയ സ്ഥലമായതുകൊണ്ട് തന്നെ ആളുകൾക്ക് അത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് അർദ്ധരാത്രി തങ്ങൾ ഈ പൊളിക്കൽ നടപടികൾ നടത്തിയത് എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. ആളുകളെ മുഴുവൻ തന്നെ ഇവിടെ നിന്നും മാറ്റിയിരിക്കുന്നു. പ്രതിഷേധക്കാരെ തിരിച്ചറിയാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. CCTV ക്യാമറകൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ച് വരികയാണ്. ആരെല്ലാമാണ് അക്രമ സംഭവങ്ങളിൽ പങ്കെടുത്തത് എന്നതടക്കം തിരിച്ചറിയുന്നതിനായി നിലവിൽ കനത്ത പോലീസ് വിന്യാസം ഈ പ്രദേശത്തിന് ചുറ്റും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ വാഹനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. ബാരിക്കേഡുകൾ സ്ഥാപിച്ച് വാഹനങ്ങൾ ഈ പ്രദേശത്തേക്ക് വരുന്നത് തടഞ്ഞിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ആൾക്കൂട്ടം ഇവിടെ ഇല്ലെങ്കിൽ പോലും ഒരു സംഘർഷ സാഹചര്യം ഇവിടെ തുടരുകയാണ് ഈ ഒരു ഘട്ടത്തിലും. കാരണം വളരെ സെൻസിറ്റീവായ ഒരു പ്രദേശം കൂടിയാണ് ഇത് എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ അതീവ ജാഗ്രത പാലിക്കാൻ കാരണമായിരിക്കുന്നത്. ഈ പ്രദേശത്ത് ഇപ്പോൾ ഈ അവശിഷ്ടങ്ങൾ നീക്കുന്നതിനായി അധികൃതർ അല്പസമയത്തിനകം തന്നെ മടങ്ങിയെത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ ഇവിടെയുള്ള പൊളിക്കാനെത്തിയ 17 ബുൾഡോസറുകളും ഇപ്പോൾ ഇവിടെ നിന്നും മാറ്റിയിരിക്കുകയാണ്. എന്തായാലും സംഘർഷ സാഹചര്യം ഇവിടെ തുടരുകയാണ്. നേരത്തെ മറ്റ് ഉത്തർപ്രദേശിലും ഡൽഹിയിലെ മറ്റിടങ്ങളിലും ബംഗളൂരുവിലുമെല്ലാം ഉണ്ടായ ഒളിപ്പിക്കൽ നടപടി വലിയ തോതിൽ തന്നെ ചർച്ചയായിരുന്നു, വിവാദമായിരുന്നു. സമാനമായ തരത്തിലുള്ള ഒരു നീക്കമാണ് ഡൽഹിയിലും ഉണ്ടായിരിക്കുന്നത്. അർദ്ധരാത്രിയോ 1:30 കൊടും തണുപ്പത്ത് ഇത്തരത്തിൽ ഒരു ഒഴിപ്പിക്കൽ നടപടിക്കായി അധികൃതർ എത്തിയതും അത് സംഘർഷത്തിന് ഇടയാക്കിയതും. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിലെ തുർക്ക്മാൻ ഗേറ്റിലാണ് ഈ സംഭവം ഉണ്ടായത്. അവിടെ നിന്നാണ് ബൽറാം നേരിട്ട് ഈ റിപ്പോർട്ട് നമുക്ക് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.